2005 നവംബർ 17 മുതൽ 2006 നവംബർ 16 വരെയുള്ള ഒരു വർഷക്കാലം കലിയുഗവരതനായ ശബരിമല ശ്രീ ധർമ്മശാസ്താവിന്റെ പൂജകനായി സേവനമനുഷ്ഠിച്ചത് തൃശൂർ വിയ്യൂർ മൂത്തേടത്ത് മന ബ്രഹ്മശ്രീ സുകുമാരൻ നമ്പൂതിരിയായിരുന്നു. നാളിതുവരെയുള്ള പൗരോഹിത്യ ജീവിതത്തിൽ ലഭിച്ച ഈ അസുലഭ സൗഭാഗ്യത്തെ അയ്യപ്പ കടാക്ഷമായി കണ്ട് തന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഈ വൈദിക ശ്രേഷ്ഠൻ. സ്വാമീ ശരണമയ്യപ്പ. ശ്രീ മാളികപ്പുറത്തമ്മ ദേവി ലോകമാതാവേ ശരണമയ്യപ്പ. കൃഷ്ണോ രക്ഷതു മാം ചരാചരഗുരു കൃഷ്ണം നമസ്യേ സദാ. കൃഷ്ണേനൈവ സുരക്ഷിതോഹമസകൃ കൃഷ്ണായ ദത്തം മനഃ. കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ കൃഷ്ണസ്യ ദാസോസ്മ്യഹം. കൃഷ്ണേ ഭക്തിരചഞ്ചലാസ്തു ഭഗവൻ. ഹേ കൃഷ്ണ തുഭ്യം നമഃ. അമ്പാടിക്കണ്ണ ശരണം. ശ്രീ ഭഗവതീ ശരണം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീ ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. ശബരിമല ശ്രീ ധർമ്മശാസ്താവേ ശരണം. സ്വാമീ ശരണമയ്യപ്പ. സ്വാമീ ശരണമയ്യപ്പ. സ്വാമീ ശരണമയ്യപ്പ. 2005, 2006 എന്ന കാലഘട്ടത്തിലാണ് ഞാൻ ശ്രീ ശബരിമല ധർമ്മശാസ്താവിൻ്റെ മേൽശാന്തിയായി അവിടുത്തെ പാദസേവകൾ ചെയ്യാനുള്ള നിയോഗം എനിക്കുണ്ടായത്. അതിൽ അതീവ സന്തുഷ്ടനാണ്. വളരെ കാലമായി മോഹിച്ചിരുന്ന ഒരു ആഗ്രഹമായിരുന്നു അത്. 45 വർഷത്തിലധികം കാലം ശബരിമലയിലേക്ക് കെട്ടുനിറച്ചുകൊണ്ട് അയ്യപ്പസ്വാമിയെ വന്ദിക്കുവാനായിട്ട് ഞാൻ പോയിട്ടുണ്ട്. നിരവധി ആൾക്കാരുടെ കൂടെയാണ് പോയിട്ടുള്ളത്. അനവധി നേരം ക്യൂവിൽ നിന്നും അങ്ങനെ വളരെ ബുദ്ധിമുട്ടിയിട്ട് ശബരിമല ധർമ്മശാസ്താവിൻ്റെ നടയിൽ ചെന്ന് ഒരു നോക്ക് കാണുവാൻ വേണ്ടി കൊതിച്ചിട്ടുള്ള കാലങ്ങളുണ്ടായിരുന്നു. അപ്പോഴൊക്കെ മോഹിക്കാറുണ്ട് ഒരു വർഷക്കാലം അവിടെ സേവനമനുഷ്ഠിക്കുവാൻ, അവിടുത്തെ പാദസേവ ചെയ്യാനുള്ള ഒരു ആഗ്രഹം ഞാൻ ഭഗവാനോട് ചോദിച്ചിരുന്നു. 2005 എനിക്ക് ആ ആഗ്രഹം ഭഗവാൻ നടത്തി തന്നത്, സാധിപ്പിച്ചു തന്നത്. അത് ഭഗവാന്റെ അനുഗ്രഹവും തിരുവമ്പാടി ഉണ്ണികൃഷ്ണൻ്റെയും ഗുരുകാരണവന്മാരുടെയും പിതൃപിതാമഹന്മാരുടെയും ഒക്കെ അനുഗ്രഹം കൊണ്ടും പൂർവ്വപുണ്യ സുഹൃതം കൊണ്ടുമാണ് അത് സിദ്ധിച്ചത് എന്നാണ് എൻ്റെ വിശ്വാസം. ശബരിമല മേൽശാന്തിയായി ചാർജ് എടുക്കുവാനായിട്ട് അവിടെ ചെല്ലുമ്പോൾ കെട്ടുനിറച്ചിട്ടാണ് പോയത്. എൻ്റെ കൂടെ എനിക്ക് സഹായിക്കാനായിട്ട് വളരെയധികം ആൾക്കാർ എൻ്റെ കൂടെ ഈ ദേശത്ത് തന്നെ ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ സാധാരണ മലയ്ക്ക് വന്നിരുന്ന ഭക്തജനങ്ങൾ പലരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നെ സഹായിക്കുവാനായിട്ട്. ഒരു കൊല്ലം മുഴുവൻ അവരുടെ നിസ്വാർത്ഥ സേവനം എനിക്ക് ലഭിക്കുകയുണ്ടായി അവിടെ. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ ഭംഗിയായിട്ട് ആ ടേം പൂർത്തീകരിക്കാൻ സാധിച്ചു. അവിടെ ചെല്ലുമ്പോൾ ആ അവരോധം നടക്കുന്ന ആ സന്ധ്യാസമയത്ത് നമ്മൾ തിരുമുമ്പിൽ ചമർമണിയിരുന്ന തന്ത്രി നമ്മുടെ കലശം പൂജിച്ച് അവരോധത്തിനായിട്ടുള്ള ആ കലശം മാടി കൈ പിടിച്ചുകൊണ്ട് ശ്രീകോവിലിനുള്ളിലേക്ക് ആനയിക്കുമ്പോൾ നമ്മൾ അകലെ നിന്ന് വളരെ ബുദ്ധിമുട്ടി തൊഴുതിരുന്ന ആ ഭഗവാനെ തൊട്ടടുത്തിരുന്ന് കാണുമ്പോഴുള്ള ആ മാനസിക അവസ്ഥ നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കുകയില്ല. ഭഗവാന്റെ മുമ്പിലിരുന്ന് നമുക്ക് ആ മൂലമന്ത്രം തന്ത്രി ഉപദേശിക്കുമ്പോൾ തൊട്ട് മുമ്പിലാണ് ഭഗവാന്റെ ആ പ്രതിഷ്ഠ. അത് ഇപ്പോഴൊന്നും ഒരു കുളിര് കോരുന്നൊരു അനുഭൂതിയാണ് ഇപ്പോഴും എൻ്റെ മനസ്സിൽ. അവിടെ നിന്ന് അങ്ങോട്ട് അന്ന് രാത്രി തന്നെ നമുക്ക് മേൽശാന്തിയുടെ ആ താക്കോൽ ചിഹ്നം കിട്ടി. ഒരു വർഷക്കാലം അവിടെ പുറപ്രാശാന്തിയായിട്ട് കഴിച്ചുകൂട്ടി വളരെ ഭംഗിയായിട്ട്, എന്നാലാവുന്നത്ര ഭംഗിയായിട്ട് ചെയ്യാൻ സാധിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. ആ കാലഘട്ടത്തിൽ അവിടെ ഒരു മഹാരുദ്രം നമ്മൾ സമർപ്പണമായിട്ട് നടത്തുകയുണ്ടായി. 101 ജപക്കാരെ ഈ തൃശ്ശൂരിൽ നിന്നും തൃശ്ശൂരിൻ്റെ പരിസരത്തു നിന്നുമായി കൊണ്ടുപോയിട്ട് കലശം പൂജിച്ച് ലക്ഷാർത്ഥന പോലെ ഈ മഹാരുദ്ര ജപം ചെയ്ത് ഭഗവാനെ അഭിഷേകം ചെയ്തു, ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട്. അതുപോലെ ബ്രഹ്മസമ്മടം നിന്നുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും വന്നിട്ട്
അവിടെ സൂക്താർത്ഥന ചെയ്യുകയുണ്ടായി. അതും ഞാൻ സമർപ്പണമായിട്ടാണ് ഭഗവാനെ സമർപ്പിച്ചത്. ഭഗവാനെ പ്രീതിപ്പെടുത്തണമെന്നൊരു ഉദ്ദേശം മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിട്ടുള്ളൂ. ഇവിടുന്ന് പോകുമ്പോഴും ഒക്കെ. അല്ലാതെ ഭഗവാനെ സേവിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ശബരിമലയിലേക്ക് പോയതും ഭഗവാന്റെ മേൽശാന്തിപദം ഏറ്റെടുത്തതും. അതെനിക്ക് വളരെ സന്തോഷമായിട്ടും ഒക്കെ പൂർത്തീകരിക്കാൻ സാധിച്ചു എന്ന് ഞാൻ കരുതുന്നു. മറ്റുള്ളവരുടെയൊക്കെ സഹായത്തോടു കൂടിയിട്ടാണ് അത് ചെയ്തത്. അതുപോലെ അവിടെയുള്ള ഉത്സവകാലങ്ങളിൽ എത്രയോ ഭക്തജനങ്ങൾ, അവിടെ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് മണ്ഡലകാലത്തും മകരവിളക്ക് കാലത്തും ഉത്സവകാലത്തും അവിടെ വന്നു ചേരുന്നത്. നമ്മൾ അവിടെ ചാർജ് എടുത്തതിൻ്റെ പിറ്റേ ദിവസം തന്നെ വളരെയധികം തിരക്കാണ് അനുഭവപ്പെടുക. ആ തിരക്കിലേക്കാണ് ഞങ്ങൾ അവിടെ ഒന്ന് ആലോചിക്കാൻ പോലും സമയമില്ലാത്തൊരു നേരത്താണ് അവിടെ ചെന്ന് ചാർജ് എടുക്കുന്നത്. ആ ഒരു 2 മാസക്കാലം കഴിഞ്ഞാൽ, ആ മകരവിളക്ക് കഴിഞ്ഞ് 7ാം ദിവസം രാവിലെ നട അടച്ചു കഴിഞ്ഞാൽ ഒരു കുഞ്ഞു പോലും ആ പരിസരത്തുണ്ടാവില്ല. ആ 2 വ്യത്യാസം, ആ തിരക്ക് ഉള്ള ആ കാലഘട്ടവും തിരക്ക് തീരെയില്ലാത്തൊരു കാലഘട്ടവും, അത് വളരെയധികം മനസ്സിനെ അലട്ടുന്നതാണ്. അതുപോലെ തന്നെ ഓണത്തിന് ഞാൻ അമ്പാടിക്കണ്ണന് ആദ്യമായിട്ട് ഞാനാണ് കാഴ്ചക്കൊല സമർപ്പിക്കാൻ തുടങ്ങിയത്. അത് ഇന്നും വളരെ വിപുലമായി നടത്തുന്നു. ഞാൻ ശബരിമലയിലുള്ളപ്പോൾ അവിടെയും അദ്ദേഹത്തിന് ഭഗവാന്റെ മുമ്പിൽ ഒരു കാഴ്ചക്കൊല വയ്ക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അവിടെയും ഞാനത് സാധിപ്പിച്ചു. അവിടെ ആ കാഴ്ചക്കൊല വെച്ചു. അപ്പോൾ തന്ത്രി പറയേണ്ടായി, നേരെ ഇവിടെ അങ്ങനെ ആരും കാഴ്ചക്കൊല വയ്ക്കലുണ്ടായിട്ടില്ല, മേൽശാന്തിയായിട്ട് തുടങ്ങുമ്പോൾ ഇനി ഇനിയുള്ള വരുന്ന മേൽശാന്തിമാർക്കൊരു ബുദ്ധിമുട്ടാവുമോ എന്ന് ചോദിച്ചു അദ്ദേഹം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനായിട്ട് സമർപ്പിക്കണു, അതിന് വരുന്ന ആൾക്കാർക്ക് അവർക്ക് തൃപ്തി ഉണ്ടെങ്കിൽ വെച്ചോട്ടെ, അവർക്ക് ബുദ്ധിമുട്ടാവണം വെച്ചിട്ടല്ല, പക്ഷേ ഞാനിപ്പോൾ എൻ്റെ വഴിപാടായിട്ട് സമർപ്പിക്കണമെന്നേ ഉള്ളൂ. എന്നിട്ട് ഞാൻ തന്ത്രിയും ആ കൊല്ലം കാഴ്ചക്കൊല സമർപ്പിക്കുകയുണ്ടായി. ശബരിമലയിൽ ഇരിക്കുന്ന കാലം ഭക്തജനങ്ങൾ പല ആവശ്യങ്ങൾക്കും പല സങ്കടങ്ങൾക്കും നിവൃത്തിക്കായിട്ട് സമീപിക്കാറുണ്ട്. എന്നാലാവുന്നത്ര ഞാൻ ഓരോരുത്തർക്കും ചെയ്തു കൊടുത്തിട്ടുണ്ട്. ശബരിമലയിലെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു 50 കൊല്ലം ശാന്തി ചെയ്ത് 50 കൊല്ലമല്ല 54 കൊല്ലത്തോളം ഞാൻ തിരുവമ്പാടിയിൽ ശാന്തിയായിട്ടുണ്ടായിട്ടുണ്ട്. പക്ഷേ ശബരിമലയിൽ 1 കൊല്ലം ഉണ്ടായിട്ടുള്ളെങ്കിലും അവിടെ ആ അവസാനത്തെ പൂജ, ഈ ആട്ടുതിരുനാൾ ദിവസമാണ് അവിടുത്തെ അവസാനത്തെ പൂജ മേൽശാന്തിമാർക്ക് വേണ്ടി വരിക. അത് കഴിഞ്ഞ് ആ പൂജ കഴിക്കുമ്പോൾ ഒരു തോന്നലുണ്ട്, ഇനി ഈ ജന്മത്തിൽ ഈ അയ്യപ്പസ്വാമിക്ക് പൂജ കഴിക്കാൻ സാധിക്കില്ലല്ലോ എന്ന ആ ഒരു സങ്കടം. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ അപ്പോൾ ഈ നിയോഗം കിട്ടുമോ അറിഞ്ഞുകൂടാ, അതും ഭഗവാനല്ലേ നിശ്ചയിക്കാൻ. അതുപോലെ തന്നെ തുലാം 30-ാം തീയതി നടന്ന അന്ന് പൂജകളൊന്നും ഇല്ലെങ്കിലും ഹരിവരാസം ചൊല്ലി നട അടച്ച് താക്കോൽ മറ്റേ അടുത്ത പുതിയ മേൽശാന്തിയെ ഏൽപ്പിക്കുമ്പോൾ അവിടുന്ന് പിരിഞ്ഞു പോരുമ്പോഴുള്ള ആ ഒരു മാനസികാവസ്ഥ, ഇനി എനിക്ക് തുറന്ന് സേവിക്കാനുള്ള അവസരമില്ലല്ലോ എന്ന ഒരു സങ്കടം, അത് മറ്റവരോടും പറയാൻ പറ്റില്ല. അത് അനുഭവിച്ചറിഞ്ഞാലേ അതിൻ്റെ വേദന അറിയുള്ളൂ. അതുപോലെ തന്നെയാണ് അവിടെ ചെന്ന് ചാർജ് എടുക്കുമ്പോഴത്തെ സന്തോഷവും. ഇത് രണ്ടും തുലനം ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളാണ്, അനുഭവിച്ചറിയേണ്ടതാണ്. അതുകൊണ്ട് എല്ലാ ഭക്തജനങ്ങളോട് ഒന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ, ഭക്തിശുദ്ധാപരസരം ആ ധർമ്മശാസ്താവിനെ സേവിച്ചാൽ അദ്ദേഹം കൈവിടില്ല. നമുക്കെന്താണോ വേണ്ടത് അത് വേണ്ടതിലധികം തന്ന് അദ്ദേഹം അനുഗ്രഹിക്കും, യാതൊരു സംശയവുമില്ല. ആ കലിയുഗവരുതനായ ധർമ്മശാസ്താവിനെ ഭക്തിശ്രദ്ധാപരസ്പരം നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ, സ്മരിച്ചോളൂ. ആ പാതാരബന്ധങ്ങളെ അടിയുറച്ച് വിശ്വസിച്ച് ആ ശബരിമല സന്നിധാനത്തിലേക്ക് എത്തൂ. എല്ലാ മണ്ഡലക്കാലത്തും അല്ലെങ്കിൽ മകരവിളക്ക് കഴിയുന്നതിന് മുമ്പിൽ പ്രത്യേകതയുണ്ട്. അവിടെ ഒന്ന് വന്ദിച്ചാൽ തന്നെ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം സിദ്ധിക്കും എന്നതിൻ്റെ യാതൊരു സംശയവുമില്ല. നമുക്ക് അറിയേണ്ടത് എന്താണോ, നമ്മൾ കാണേണ്ടത് ആരെയാണോ എന്ന് അവിടെ എഴുതി വച്ചിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോൾ തന്നെ കാണാം. നമ്മളെ മനസ്സിലാക്കുന്ന ഒരു തത്വമസി എന്നാണ്. എന്നാൽ നമ്മൾ ആരെയാണോ അന്വേഷിച്ച് ചെന്നത് അത് നീ തന്നെയാണ് എന്നാണ് ആ ഭഗവാൻ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നത്. അതാണ് തത്വമസി എന്ന ആ തത്വത്തിൻ്റെ അർത്ഥം. നമ്മൾ ആരെയൊക്കെയാണോ കാണാൻ ഇത്രയും ബുദ്ധിമുട്ടി അവിടെ ചെന്നത്, എന്തിനു വേണ്ടി ചെന്നു, അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല, അത് നീ തന്നെയാണ്, എന്തുകൊണ്ട് നീ മനസ്സിലാക്കുന്നില്ല എന്നാണ് ഭഗവാൻ ചോദിക്കുന്നത്. അത് ആ തിരിച്ചറിവ് നമുക്ക് വന്നാൽ ആ അവസ്ഥ നമുക്ക് പ്രാപിക്കാൻ പറ്റും. അഹം ബ്രഹ്മാസ്മി എന്ന അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നാണ് ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ഭക്തജനങ്ങളും ആ അയ്യപ്പ ഭക്തന്മാരായ എല്ലാവരും ശബരിമല സന്നിധാനത്തിലേക്ക് എത്തി ഭഗവാനോട് പ്രാർത്ഥിക്കൂ, ഭക്തി തരണേ എന്ന് പ്രാർത്ഥിക്കൂ. ഭക്തി ഉണ്ടായാൽ ബാക്കിയെല്ലാം താനേ ഉണ്ടായിക്കോളും. ഇതാണ് എനിക്ക് ഇപ്പോൾ പറയാനുള്ളത്.
സ്വാമി ശരണമയ്യപ്പ, സ്വാമി ശരണമയ്യപ്പ, സ്വാമി ശരണമയ്യപ്പ.